നമസ്കാരം. പതിരും കതിരും. കൂട്ടിൽ നിന്ന പ്രതിയോട് ജഡ്ജി പറഞ്ഞു, നിങ്ങൾ ചെയ്തിരിക്കുന്ന കുറ്റം തെളിഞ്ഞു. നാളെ പുലർച്ചെ 5 മണിക്ക് നിങ്ങളെ തൂക്കിക്കൊല്ലും. അത് കേട്ട പ്രതി കൂസലില്ലാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് നടക്കുമെന്ന് തോന്നുന്നില്ല സാറേ. ഞാൻ എഴുന്നേൽക്കണമെങ്കിൽ 8 മണിയാവും. ഈ കോടതി ഫലിതം ഓർത്തത് നമ്മുടെ തോറ്റ MLA ചിത്തരഞ്ജൻ്റെ കാര്യം ആലോചിച്ചപ്പോഴാണ്. തെരഞ്ഞെടുപ്പിൽ അതിഭയാനകമായ തോൽവി ഏറ്റുവാങ്ങിയ CPM നേതാവായ ചിത്തരഞ്ജനെ വിധി വിടാതെ പിന്തുടരുകയാണ്. ജനങ്ങൾ കിടത്തി നന്നായി തടവിയതിന് പിന്നാലെ ഇതാ കോടതി ചിത്തരഞ്ജനെ നിർത്തി തടവിയിരിക്കുന്നു. ജനകീയ കോടതിയും സാക്ഷാൽ കോടതിയും എല്ലാം ചിത്തരഞ്ജനെ തടവുകയാണല്ലോ ഈശ്വര. 10 വർഷം ഭരണത്തിലിരുന്ന് ചില്ലറ നിഗളിക്കലല്ല ഈ ചിത്തൻ സഖാവ് നടത്തിയതത്രയും. ഭരണം പോയതോടെ ഓരോ സഖാവിനും കിട്ടേണ്ടതെല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. PP ചിത്തരഞ്ജൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇന്നലെ തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ദിവസത്തെ നിൽപ്പ് ശിക്ഷയ്ക്ക് വിധിച്ചത്. കോടതി പിരിയും വരെ തടവും 1600 രൂപ പിഴയുമാണ് ഈ സഖാവിന് കോടതി നൽകിയ ശിക്ഷ. ഒപ്പം വേറെ 2 സഖാക്കളും ഉണ്ടായിരുന്നു. കോടതി മുറിയിൽ തന്നെയായിരുന്നു തടവ് ശിക്ഷയും. കേസ് വിളിച്ചപാടെ കോടതി പറഞ്ഞു മൂലയ്ക്കോട്ട് മാറി നിൽക്കാൻ. ഇങ്ങനെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന പ്രതികൾ ഭിത്തിയിൽ ചാരാനും പാടില്ല. നോക്കണേ, ഒരു വിപ്ലവ പാർട്ടിയുടെ സമുന്നതനായ നേതാവിനെയാണ് കോടതി ഇങ്ങനെ നിർത്തി തടവിയത് എന്നോർക്കണം. സഖാക്കളെ ഇപ്പോൾ കോടതിക്കും പേടിയില്ലാതെയായല്ലോ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴായിരുന്നു ഈ സംഭവമെങ്കിൽ ഉടൻ തന്നെ സഖാക്കൾ കോടതി ഉപരോധിച്ചേനെ. ഞങ്ങളുടെ സഖാവിനെ നിർത്തി തടവിയാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചൊരു വരവ് വന്നേനെ. വൈകിട്ട് 5 മണിക്ക് കോടതി പിരിയുന്നത് വരെ ചിത്തനും കൂട്ടരും അവിടെ തന്നെ നിന്നു. കോടതിയിൽ വന്നവരും പോയവരും നിന്നവരുമൊക്കെ ആ കാഴ്ച കണ്ട് ഉള്ളിൽ ചിരിച്ചു കാണും. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ CITU തൊഴിലാളികൾ വഴി തടഞ്ഞ് പ്രകടനം നടത്തിയ കേസിലാണ് ഈ തടവും ശിക്ഷയും. എന്തായാലും തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ചിത്തൻ സഖാവിനെ ഏറ്റുവാങ്ങി മാലയിട്ട് അഭിവാദ്യം മുഴക്കി കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു സഖാവും വന്നില്ല എന്നത് വിചിത്രമായിരിക്കുന്നു. സാധാരണ കോടതി ശിക്ഷിച്ച് അകത്ത് വിടുന്നവരെയും ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നവരെയും ആഘോഷമായിട്ട് എതിരേറ്റാണ് എഴുന്നള്ളിച്ച് കൊണ്ടുപോകാറ്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ജാമ്യം കിട്ടിയ ജിതിൻ സഖാവിനെ മാലയിട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന രംഗം കണ്ടാൽ ഏത് സഖാവും കൊതിക്കും ഇങ്ങനെയൊന്ന് അകത്ത് പോയിട്ട് വരാൻ. ഭരണത്തിൻ്റെ അവസാന കാലത്ത് ഈ ചിത്തരഞ്ജൻ നിയമസഭയിൽ നടത്തിയ ഏറ്റവും മ്ലേച്ഛമായൊരു പ്രസംഗമുണ്ടായിരുന്നു. സാർ, 2 കയ്യുമില്ലാത്ത ഒരാളുടെ ചന്തിക്ക് ഉറുമ്പ് കടിച്ചാലുള്ള അവസ്ഥയിലാണ് പ്രതിപക്ഷമെന്നായിരുന്നു അന്ന് പ്രസംഗിച്ചത്. നോക്കണേ, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പറയാൻ കൊള്ളാവുന്ന പ്രസംഗമായിരുന്നു അത്. നമ്മുടെ സമൂഹത്തിൽ എത്രയോ മനുഷ്യർ അത്തരക്കാരുണ്ട്. ആ മനുഷ്യരെ മുഴുവൻ അവഹേളിക്കുന്നതല്ലേ ഈ മനുഷ്യൻ നടത്തിയ അന്നത്തെ പ്രസംഗം. എന്തായാലും അതിനുള്ള ശിക്ഷ തെരഞ്ഞെടുപ്പിൽ കിട്ടി. ചിത്തരഞ്ജൻ്റെ കയ്യും കാലും കൂട്ടിക്കെട്ടിയ ജനം ഇദ്ദേഹം പറഞ്ഞ ആ ഭാഗമുണ്ടല്ലോ, അവിടെ ഉറുമ്പനെ ഇട്ടങ്ങ് കടിപ്പിച്ചു. ഇപ്പോൾ കിടന്ന് കടിയടാ കടി. അതുമാത്രമല്ല സഖാവിൻ്റെ കയ്യിലിരിപ്പ്. യാത്രക്കിടയിൽ ഒരു കടയിൽ കയറി വയറ് നിറച്ച് അപ്പവും മുട്ടക്കറിയും അങ്ങ് തട്ടി. അതിൻ്റെ ബില്ല് വന്നപ്പോൾ കടക്കാരനെതിരെ ഭീഷണിയായി കേസായി. MLA കാൻറ്റീനിൽ നിന്നും പിന്നെ വല്ലവൻ്റെയും ചെലവിനുമൊക്കെ തിന്നും കുടിച്ചും കഴിയുന്നവർക്ക് പുറത്തു നിന്നും ആഹാരം കഴിക്കുന്നതിൻ്റെയും സാധനങ്ങളുടെയും ഒന്നും വില അറിയില്ലല്ലോ. അതിനുശേഷം അപ്പവും മുട്ടക്കറിയും എന്ന് പേര് പറയാതെ ചിത്തരഞ്ജൻ ഫുഡ് എന്നാണ് പലരും ഓർഡർ ചെയ്യുന്നത്. ചിത്തൻ സഖാവ് തിന്ന അപ്പത്തിന് വീതി കുറവായിരുന്നു. മുട്ടയിലാണെങ്കിൽ മഞ്ഞക്കുരു 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉടൻ പരാതി കൊടുത്തു. സഖാക്കളുടെ പ്രഭാത ഭക്ഷണം ഒരു ഇത്ര റാത്തൽ വേണമെന്ന് നിഷ്കർഷയുണ്ട്. അത് കുറഞ്ഞു പോയാൽ വിപ്ലവത്തിന് വിറയൽ തുടങ്ങും. അങ്ങനെ എല്ലാം കൊണ്ടും മനുഷ്യൻ വെറുക്കുന്ന സകല പണികളും ഈ ചിത്തരഞ്ജൻ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. സത്യത്തിൽ ഇതുപോലെ ഓരോ എണ്ണത്തിനെയും തിരഞ്ഞു പിടിച്ച് തോൽപ്പിച്ച ഈ ജനത്തെ പൂവിട്ട് പൂജിക്കണം. കോൺഗ്രസ് ജയിച്ചതിൻ്റെ സന്തോഷമൊന്നുമല്ല, ഈ അലമ്പ് മോറന്മാരുടെ കയ്യിലിരിപ്പിന് തക്ക ശിക്ഷ കിട്ടിയല്ലോ എന്നോർത്തുള്ള സന്തോഷമാണ്. വഴി തടയുക, ഭീഷണിപ്പെടുത്തുക, പ്രകോപനം സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് സഖാക്കളുടെ എല്ലാ കാലത്തെയും പരിപാടികൾ. ഒരു 10-100 പേര് സംഘടിച്ചു കഴിഞ്ഞാൽ എന്തുമാകാമെന്നൊരു ദുഷ്ടചിന്ത ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ സഖാക്കൾ ഒരുപാട് കോടതി കയറേണ്ടി വരും. നിയമസഭ തല്ലിപ്പൊളിച്ച കേസിൽ വിധി വരുമ്പോഴറിയാം ശിവൻകുട്ടിയെയും ജയരാജനെയും ജലീലിനെയും ഒക്കെ തൂക്കിക്കൊല്ലുമോ തട്ടി അകത്തിടുമോ എന്നൊക്കെ. ശിവൻകുട്ടി LLB കംപ്ലീറ്റഡ് ആയതുകൊണ്ട് കോടതിയിൽ സ്വയം വാദിക്കാമോ എന്തോ. എന്തായാലും കാലത്ത് 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ചിത്തരഞ്ജൻ സഖാവ് നിന്ന ആ നിൽപ്പുണ്ടല്ലോ, അതൊന്നും നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചില്ലല്ലോ. ജനാധിപത്യത്തെയും ഭരണഘടനയെയും നിയമത്തെയും ഒക്കെ അംഗീകരിച്ച് മര്യാദയ്ക്ക് കഴിയാത്ത പക്ഷത്തോളം ഇനി ഒരു കാലത്തും ഈ പ്രസ്ഥാനം ഗതി പിടിക്കാൻ പോകുന്നതേയില്ല. കാരണം മനുഷ്യന് വിവരവും ബോധവും വെച്ച് തുടങ്ങി.
സഖാക്കൾ ഇങ്ങനെ കോടതിയിൽ നിന്നും അകത്ത് കിടന്നും ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ.